നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊറേ കാലം എന്റെ ഇന്ദ്രനെ വെച്ച് നിങ്ങൾ കാശുണ്ടാക്കി. ഇപ്പൊ അതിന് പകരം അവന്റെ അനിയനെ പിടിച്ചിരിക്കുക നിങ്ങള്. നോണം കെട്ട വർഗം. എന്താണ് നീ കാണിക്കുന്നേ? എന്റെ ഫോട്ടോ എടുക്കുവാണോ നീ? ഫോട്ടോ അല്ല ആന്റി, വീഡിയോയാ. ആന്റി പറയുന്നതിന്റെ കാണിക്കുന്നതിന്റെ ഒരു തെളിവ് വേണം. പിന്നെ തെളിവുണ്ടാക്കി നീ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലും. ആ ഫോൺ എടുത്ത് മാറ്റണം അങ്ങോട്ട്. വേണ്ട സുശീലേ, ഇത് എന്റെ വീടാ. ഇവിടെ വെച്ച് എന്റെ മകൻ അവൻ ഇഷ്ടമുള്ളത് ചെയ്യും. നീ ഒരു കാര്യം ഇവിടുന്ന് പോവാൻ നോക്ക്. കൊള്ളാം, തന്റെ മോനും കൊള്ളാം. എടാ എണ്ണം കെട്ടവനെ, കണ്ട പെണ്ണുങ്ങളുടെ വീഡിയോ പിടിക്കാതെ അമ്മയുടെയും പെങ്ങളുടെ വീഡിയോ പിടിക്കാതെ കുടുംബത്തിൽ കയറി വന്ന് തോന്നിയ ദിവസം പറയരുത്. ഇറങ്ങി പോവാൻ നോക്ക്. പോകും. സത്യ, നിന്റെ അമ്മ ഇവിടെ വന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാ. അവരെ ഒന്ന് വേഗം വിളിച്ചോണ്ട് പോകാൻ പറ്റുമോ? ഒരിടത്ത് തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്തിനാ എന്നെ ശിക്ഷിക്കുന്നേ? എടാ മോനെ സത്യ, അമ്മയും മക്കളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതുപോലെ എത്ര തവണ ഞാനുമായിട്ട് നീ വഴക്കിട്ട് വീട് വിട്ട് ഇറങ്ങി പോയിരിക്കുന്നു. പക്ഷെ അപ്പോഴൊന്നും നീ ഇതുപോലെ ശത്രുവിന്റെ ഒരു മടയിൽ പോയി അഭയം തേടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചവരൊക്കെ നിങ്ങൾ പിൽക്കാലത്ത് ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസാക്ഷി ഇല്ലായ്മയാ മോനെ. ഇവരെ ഇപ്പൊ എന്റെ രക്ഷകരാ. ഇവിടെ വന്ന എന്റെ പേരില് ഇവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അമ്മ വേഗം സ്ഥലം നോക്ക്. എടാ സത്യ, ഞാൻ നിന്റെ അമ്മയാണെന്ന് നീ സമ്മതിച്ചല്ലോ. എങ്കിൽ നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി എന്റെ മകൻ കൊണ്ടവന്റെ വീട്ടിലെ അടിമയായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഇപ്പോഴല്ല അടിമയായത്, നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോഴാ. എന്നെ വളർത്തിയത് നിങ്ങളൊരു അമ്മയുടെ സ്നേഹം തന്നിട്ടാണോ? ആ മൂത്ത മോനോട് മാത്രമായിരുന്നല്ലോ സ്നേഹം. സോന ജനിച്ചപ്പോ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവളെ നിങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇടയില് ഞാൻ വളർന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ അമ്മയുടെ സ്വന്തം മകനല്ലെന്ന് പോലും അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ നിന്നോ അതെനിക്ക് മുഖത്ത് നോക്കി ചോദിക്കേണ്ടി വരും. സത്യ, ചോദിക്കടാ, ചോദിക്കേ. ഞാൻ നൊന്തു പറ്റതല്ലെങ്കിൽ നിന്നെ തിരക്ക് ഞാൻ ഇങ്ങോട്ട് വരുവോടാ? നീ എന്റെ പൊന്നു മോനല്ലേടാ. നീ ഇല്ലാതെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ല മോനെ. നീ എന്റെ കൂടെ വാ, നമുക്ക് പോവാം. വാ മോനെ. ഞാൻ നിങ്ങളുടെ കൂടെ ഇനി ആ വീട്ടിലേക്ക് വരുന്ന പ്രശ്നമില്ല. നിങ്ങൾ വാ, ഞാൻ ഓട്ടോ കയറ്റി വിട്ടുതരാം. നീ വരാതെ ഞാൻ പോകില്ല. ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. ഈ വീട്ടുകാർക്ക് സന്തോഷാവട്ടെ. എടോ സച്ചി, എന്റെ മോനെ താൻ തട്ടിയെടുക്കാൻ നോക്കിയാ താനും തന്റെ കുടുംബവും ഒരു കാലത്തും പിടിക്കില്ല. നശിച്ച് നാരണക്കല്ലെടുത്തു പോകും താനും തന്റെ മക്കളും. പറഞ്ഞു ഇനി അവരെ കുറിച്ച് അക്ഷരം മിണ്ടിയാ എന്റെ സ്വഭാവം മാറും. ഈശ്വര, ഇങ്ങോട്ട് വാ. എനിക്ക് ഗതി വന്നല്ലോ. പറഞ്ഞു എനിക്കിനി മരിച്ചാ മതി. സത്യ, വേണ്ട. സത്യ, കേറങ്ങോട്ട്. മോനെ കേറാം. സാറ് വെക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. ചേട്ടാ വണ്ടി എടുക്ക്. അച്ഛാ, ഇവരെന്താടാ ഇങ്ങനെ? അതൊക്കെ വിടും. അച്ഛനകത്തേക്കല്ലേ. ചെല്ല് ചെല്ലച്ചാ, ചെല്ല്. ഒരു കാലത്ത് ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയാ. മൂത്ത മോനെ ഞാൻ എന്റെ കൂടെ നിർത്തി ആളാക്കിയ ശേഷമാ ആ കുടുംബം ഒന്ന് കര പറ്റിയത്. അതിന്റെ നന്ദി വേണ്ട, ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അവരുടെ കഥയൊക്കെ സാവിത്രി മോള് ഞങ്ങളോട് പറഞ്ഞു. ഇത്തരക്കാരെയൊക്കെ ഒരു അകലത്തിൽ നിർത്തണം സച്ചി. അതെങ്കിൽ മാനേഴ്സ് ഇല്ലാത്തവരുമായി അടുപ്പം വെക്കരുത്. അവരുടെ രണ്ടാമത്തെ മകൻ ഇപ്പൊ ഇവിടെയാണല്ലോ. അത് പിന്നെ അവൻ ഈ സത്യനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന്റെ വിഷമത്തിലിരിക്കുമ്പോ ഞാനാ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ.
അവനിപ്പൊ തന്നെ താമസം മാറാൻ വേറെ വീട് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ അവനെ അന്വേഷിച്ച് ആ സ്ത്രീ ഇങ്ങോട്ട് വന്നത്. ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു സഹായം ചെയ്തെന്നേ ഉള്ളൂ. സത്യൻ ഇന്ന് തന്നെ ഇവിടുന്ന് പോകും രാഹുൽ. അത് മതി. കല്യാണം തീരുമാനിച്ച പെൺകുട്ടിയുടെ വീടല്ലേ. അന്യ ചെറുപ്പക്കാരൻ കയറി ഇറങ്ങുന്നത് ശരിയല്ല. അതാ. ശരി, ഞങ്ങളെന്നാ ഇറങ്ങാം. അയ്യോ, ഇത്ര വേഗം ഇറങ്ങുവാണോ? ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? നോ നോ നോ, എനിക്ക് കാഷ്വാലിറ്റി ഡ്യൂട്ടി ഉണ്ട് ആന്റി. എന്നാ ഇറങ്ങട്ടെ സച്ചി. എന്നാ പിന്നെ അങ്ങനെ പുറത്ത് ശരി, വിളിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ പുറകെ അറിയിച്ചാൽ എന്നാ മതി. ഞങ്ങൾ ഇറങ്ങാം. എന്നാ ശരി. ഓക്കെ. ശരി ഗോകുൽ. വരട്ടെ മോളെ. ആ ഏതായാലും ജോത്സ്യനെ കണ്ടതിന് ശേഷം അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാം. ഇനിയിപ്പോ നേരെ ഡ്യൂട്ടിക്ക് കയറുമായിരിക്കുമല്ലേ? അതെ. എന്നാ ശരി, ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ആയിക്കോട്ടെ. എന്നിട്ട് വിളിച്ചാൽ മതി. ശരിയാണ്. ആ സുശീലയ്ക്ക് കയറി വരാൻ കണ്ട ഒരു സമയം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തലവനിക്കേണ്ടി വന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ അഭിപ്രായ അധികാരമൊക്കെ തുടങ്ങി. അതുകൊണ്ട് എന്താടി, അവരിനി നമ്മുടെ ബന്ധുക്കളാ. അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. സത്യനെ നമുക്ക് എത്ര കാലമായിട്ട് അറിയാം. അതവർക്ക് അറിയില്ലല്ലോ. അറിയാത്ത കാര്യത്തില് അവരിവിടെ വന്നിരുന്ന് അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല സാവിത്രി. നമ്മുടെ കുടുംബത്തില് എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളാ, അല്ലാതെ വേറെ ആരുമല്ല. പെണ്ണിനെ കൊടുക്കുന്നെന്ന് കരുതി അവരെ നമ്മൾ അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. മാമേ, സുശീലേ, സുശീലേ, ഇന്ദിര. ആ ഭാനുമ്മേ, ആ, കൊറേ നാളായല്ലോ കണ്ടിട്ട്. എവിടെയായിരുന്നു? ഓ, ഇവിടെയൊക്കെ തന്നെ ഉണ്ട് മോളെ. ഭാനുമ്മയ്ക്കുണ്ടല്ലോ ചെറിയൊരു വീട്. അന്തി ഉറങ്ങുന്നത് അവിടെ, പകല് അമ്പലങ്ങൾ തോറുമുള്ള യാത്ര, വിശപ്പിന് അമ്പലത്തിലെ അന്നദാനം. അമ്മേന്ദ്രേട്ടനും അന്ന് ഭാനുമ്മയുടെ പറയുന്നൊക്കെ ഞാൻ കേട്ടു. എന്ത് ചെയ്യാനാ, രണ്ടാളും വല്ലാതെ മാറിപ്പോയി ഭാനുമ്മ. മാറ്റമല്ല, കണ്ണില്ലാത്ത ഓട്ടം. കഷ്ടകാലം പിടിച്ചവർ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അല്ല, നിന്റെ അമ്മ ഇവിടെ ഇല്ലേ? ഇല്ല, സത്യേട്ടൻ സത്യസാറിന്റെ കടയിൽ ജോലിക്ക് പോയതറിഞ്ഞ് അമ്മയ്ക്കും ഏട്ടനും ഭ്രാന്ത് പിടിച്ചതുപോലെയായി. സത്യൻ സച്ചിസാറിന്റെ കൂടെ ഉണ്ടെന്നോ? അപ്പൊ അവൻ തിരിച്ചു വന്നല്ലേ? ഇങ്ങോട്ട് വന്നില്ല. ഇന്ദ്രേട്ടൻ സത്യസാറിന്റെ കടയിൽ പോയി സത്യേട്ടനോട് തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷേ സത്യേട്ടൻ വന്നില്ല. ആണാണെങ്കി അവൻ വരുവോ? ഇന്ദ്രേട്ടൻ അത് വലിയ വിഷമമായി. അമ്മയ്ക്ക് സത്യസാറിനോട് വലിയ പകി. ഏട്ടന് അതിനുശേഷം എങ്ങും പോകാതെ മുറി കയറി കിടപ്പ. രണ്ടെണ്ണം അടിച്ചും കാണും. അമ്മ എങ്ങോട്ടും ഇറങ്ങിയും പോയി. ആ, ഞാനേ ഇന്ദ്രനെ ഒന്ന് കാണട്ടെ.